ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനി മരണപ്പെട്ടു. അതിന് പല രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവ്യ പുരുഷനായി അല്ലെങ്കിൽ ഒരു ഉന്നതമായ അളമു ശുഹദാ, റസൂൽ പറഞ്ഞ ഉന്നതമായ ശുഹദാക്കളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ. ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അവരാരടിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു 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 നീതി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അത് ശരി തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ നെറികേടിനും കൂട്ടുനിന്ന ഷിയാക്കളുടെ തലവൻ മരിക്കുമ്പോ നമ്മുടെ ഉമ്മത്തിലുള്ള ആളുകൾ അതിനെ ദിവ്യ പുരുഷനായി, ആവേശ പുരുഷനായി, പുണ്യപുരുഷനായി ഏറ്റെടുക്കുകയാണ്. എല്ലാ നിലക്കും മുസ്ലിം ഉമ്മത്തിൽ കുതന്ത്രമുണ്ടാക്കിയ അത്തരം ആളുകളെ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്താൻ പ്രവാചകന്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അലി ഫാൻസ്, അലി റളിയല്ലാഹുവിന്റെ ഫാൻസ് എന്ന് പറഞ്ഞൊരു സംഘം അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർ വേണ്ട സ്വാധീനം അവർക്കില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അവരെന്ത് ചെയ്തിട്ടില്ല, അവരുടെ ഈ ഫിത്നയൊന്നും മുസ്ലിം സമൂഹത്തിൽ നടന്നിട്ടില്ല. പക്ഷേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പേർഷ്യ കീഴടക്കിയ സന്ദർഭത്തിൽ പല ആളുകൾക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പകയുണ്ടായിരുന്നു. ആ പകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനുണ്ടായ കാരണം പേർഷ്യ ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കി എന്ന പക ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകിയായ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, അദ്ദേഹം ഇറാനുകാരനാണ്. ഇറാൻ ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയ പക മനസ്സിൽ വെച്ച് മദീനത്ത് വന്ന് ഒളിച്ചു താമസിക്കുകയാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുനാഫിക്കായി അഭിനയിച്ച് മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് അവസാനം ഒരു സുബഹിന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്ക് തന്റെ ആയുധം കുത്തിയിറക്കി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഈ ഷിയാക്കളുടെ ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ നമ്മൾ വായിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങേയറ്റത്തെ ഫിത്ന അവർ മുഖേന മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിന. അങ്ങേയറ്റത്തെ ഫിത്നകൾ അവരുണ്ടാക്കി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആ ജൂതന്റെ ഖബർ എന്നുള്ളത് ഇറാനിലാണ്. ബാബാ ഷുജാഉദ്ദീൻ എന്ന പേരിൽ ഇന്ന് ഖബർ ഇറാനിൽ ഒരു പ്രത്യേക ഖബറൊക്കെ പ്രത്യേക ജാറ രൂപത്തിൽ കെട്ടിയുണ്ടാക്കി ഇന്ന് ഇറാനിലെ ഷിയാക്കൾ മരണപ്പെട്ട ആയത്തുള്ള ഖുമൈനി അടക്കം സിയാറത്ത് ചെയ്യുന്ന ഖബർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന്റെ ഖബർ ആരാധിക്കുന്ന, അതിനെ വന്ദിക്കുന്ന നാട്ടിലാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത്. എന്നിട്ട് അതിനെ അഹ്ലുസുന്നയുമായി ചേർത്ത് വെക്കുകയാണ്, പുണ്യപുരുഷനായി ഉയർത്താൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതൻ, അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ജൂത സ്ത്രീയാണ്, വാപ്പ ഒരു യമനിയാൻ, എന്നിട്ട് മുസ്ലിമായി അഭിനയിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനിടയിൽ അനേകം ഫിത്നകൾ അവർ ഇളക്കി വിടുകയാണ്. അവസാനം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലേക്ക് അടക്കം എത്തിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം മദീനയുടെ മണ്ണിൽ അവർക്ക് വേണ്ട സ്വാധീനമില്ലാതായപ്പോഴാണ് ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഅ നേരെ കൂഫയിലേക്ക് കടന്നു എന്ന് അവിടെ ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ ഇളക്കി വിട്ട് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. അവിടെ മുതൽ മുസ്ലിം ഉമ്മത്തിൽ അങ്ങേയറ്റത്ത ഫിത്നക്ക് തിരികൊളുത്തിയ ആളുകളാണ് ഷിയാക്കൾ, ജൂതന്മാരുടെ സൃഷ്ടിയായ ഷിയാക്കൾ. അന്നു മുതൽ രക്തരൂക്ഷിതമായ പല യുദ്ധങ്ങൾക്കും ഷിയാക്കൾ നേതൃത്വം നൽകി. കർബലയിലടക്കം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലടക്കം, അതുപോലെ തന്നെ അമവിയാക്കളിൽ ശേഷം അബ്ബാസിയാക്കളിലെല്ലാം മുസ്ലിം സാമ്രാജ്യത്തിനിടയിൽ അങ്ങേയറ്റത്തെ ഫിത്നകൾക്ക് അവർ തിരികൊളുത്തി. ഹിജറ 317 അഥവാ മുസ്ലിമീങ്ങൾ, ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും സംഘടനാ ഭേദമന്യേ, നാടിന്റെ ഭേദമന്യേ, ഭാഷാ ഭേദമന്യേ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മസ്ജിദുൽ ഹറം, കഅബാലയത്തിലെ ഹജറുൽ അസ്വദ് ഹിജറ 313 ഇന്നത്തെ സൗദി അറേബ്യയുടെ ബഹ്റൈൻ, അതുപോലെ തന്നെ ഖത്തീഫ് അടങ്ങുന്ന ഭാഗം, അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഖറാമത്തികൾ എന്ന് പറയുന്ന ഷിയാ വിഭാഗം, അതിന്റെ നേതാവായിരുന്ന അബൂ താഹിർ അൽ ജനാബി എന്ന് പറയുന്ന മനുഷ്യൻ ഷിയാക്കളുടെ നേതാവാണ് ആ കാലഘട്ടത്തിൽ. അയാൾ 10,000 വരുന്ന സൈന്യവുമായി ഒരു ഹജ്ജിന്റെ സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറമിലേക്ക് കടന്നു ചെന്ന് 10,000 ഹാജിമാരെ മത്താഫിലിട്ട് കഴുത്തറുത്ത് കൊന്നു ഷിയാക്കൾ. മുസ്ലിം ഉമ്മത്ത് മുഴുവനും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഹജറുൽ അസ്വദ് കഅബയിൽ നിന്ന് ഇളക്കി മാറ്റി കൊള്ളയടിച്ച് ഇന്നത്തെ ഖത്തീഫിലേക്ക് കൊണ്ടുപോയി. ഖത്തീഫിന് അടുത്ത്
അൽ ഹസ്വ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശത്ത് കൊണ്ടുപോയി അവരവിടെ കൃത്രിമമായി ഒരു കഅബയുണ്ടാക്കി ഹജറുൽ അസ്വദ് അവിടെ പ്രതിഷ്ഠിച്ചു. മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ കടാര കുത്തിയിറക്കി, അങ്ങേയറ്റം നോവിച്ചു. ഹാജിമാരെ മുഴുവനും കൊന്നുകളഞ്ഞു. 22 വർഷം ഹജറുൽ അസ്വദ് മസ്ജിദുൽ ഹറമിൽ നിന്ന് കൊള്ളയടിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. പിൽക്കാലഘട്ടത്തിൽ പിന്നീട് അബ്ബാസിയാക്കളുടെ അവസാന കാലഘട്ടത്തിൽ പൈസ കൊടുത്തിട്ടാണ് അത് പിന്നീട് അന്നത്തെ മുസ്ലിം ഭരണാധികൾ തിരിച്ചു പിടിക്കുന്നത്. പക്ഷെ തിരിച്ചു കിട്ടിയത് ഒരു 5-6 കഷ്ണങ്ങൾ മാത്രമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഹജറുൽ അസ്വദിനെ കുറിച്ച് പഠിപ്പിച്ചത് ഒരു തലയോളം വലുപ്പം ഉണ്ടായിരുന്നതാണ്. ഒരു മനുഷ്യന്റെ തലയോളം വലുപ്പം ആ കല്ലുണ്ടായിരുന്നതാണ്. അത് കുത്തിപ്പൊടിച്ച് ഇടിച്ചു കളഞ്ഞു. ഈ രൂപത്തിൽ ഇങ്ങോട്ട് പ്രയാസത്തിന്റെ അങ്ങേയറ്റത്തെ പ്രതിസന്ധി മുസ്ലിം ഉമ്മത്തിന് നൽകിയ ആളുകളാണ് ഷിയാക്കൾ. നമ്മളിന്ന് പലപ്പോഴും ഇസ്രായേലികൾ പലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയ എണ്ണം നമ്മൾ വായിക്കാറുണ്ട്. പലസ്തീനിൽ ഇസ്രായേലികൾ കൊന്നൊടുക്കിയ അവിടെയുള്ള മനുഷ്യരുടെ 10 മടങ്ങ് ഇറാനിലെ സുന്നികളെ 1979 ഇന്ന് മരണപ്പെട്ട ഇതേ ഹുമൈനി നേതൃത്വം നൽകി അവിടെ വിപ്ലവം നടത്തി 15 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ 6 മാസത്തിനുള്ളിൽ, അഥവാ സുന്നികളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സുന്നികളെ ബഷാറുൽ അസദിന്റെ നേതൃത്വത്തിൽ 15 ലക്ഷത്തോളം സുന്നികളെ കഴുത്തറുത്ത് ഈ മനുഷ്യൻ കൊന്നുന്ന ഈ മനുഷ്യനെ നിന്ന് താരപരിവേഷം നൽകി അദ്ദേഹം വലിയ ശുഹദാക്കളിൽപ്പെട്ടയാളാണ് എന്ന് വിശദീകരിക്കുന്നത്. മുവത്ത എന്ന് പറയുന്ന ഒരു വിവാഹ സമ്പ്രദായം ഇതേ രൂപത്തിൽ ഷിയാക്കൾക്കിടയിലുണ്ട്. നമ്മൾ സാധാരണ വിവാഹം കഴിക്കുന്ന പോലെയല്ല. ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ എന്താണോ അയാളുടെ കയ്യിലുള്ളത് അത് മഹറായി ആ സ്ത്രീക്ക് നൽകി സമയപരിധി വെച്ചുള്ള കല്യാണം. അല്ല, ഒരു മാസം കല്യാണം. അവരുടെ കാര്യം, അഥവാ അവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ഹലാലായ വ്യഭിചാരം എന്ന് പറയാം, ലൈസൻസ് ഉള്ള വ്യഭിചാരം. ഇത് ഷിയാക്കൾക്കിടയിൽ ഇന്നുള്ളതാണ്. അപ്പൊ ഈ മരണപ്പെട്ട ഈ മനുഷ്യൻ ഈ പ്രസിഡന്റായി താരപരിവേഷം നൽകുന്ന, കറുത്ത ജുബ്ബയുമണിഞ്ഞ് ഒരു കൈ കൊണ്ട് മാത്രം ഹസ്തദാനം നൽകുന്ന എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ മനുഷ്യൻ ഒരു ചെറിയ പിഞ്ചുകുട്ടിയെ, 8 വയസ്സുള്ള ഒരു പിഞ്ചുകുട്ടിയെ ഒരു രാത്രി മുഴുവനും കൊണ്ടുപോയി പീഡിപ്പിച്ച കഥ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന, പിന്നീട് ഷിയായിസം ഉപേക്ഷിച്ച് അഹ്ലുസുന്നയിലേക്ക് വന്ന മഹാനായ ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇത്രയേറെ മ്ലേച്ഛമായ ഒരു മനുഷ്യനെ ഇന്ന് താരപരിവേഷം നൽകി സ്വീകരിക്കുകയാണ്. മാത്രമല്ല 1989 അദ്ദേഹം അദ്ദസ്തൂർ എന്ന് പറയുന്ന ഒരു പത്രത്തിന് അദ്ദേഹം അഭിമുഖം നൽകുന്നുണ്ട്. ആ അഭിമുഖത്തിൽ ഈ പറയുന്ന മനുഷ്യൻ, ഇന്ന് മരണപ്പെട്ട താരപരിവേഷം നൽകുന്ന ആ മനുഷ്യൻ നൽകിയ അഭിമുഖം കാണാം. ഹാദിഹി വസിയത്തി, അതായത് അദ്ദേഹത്തിന്റെ വസിയത്തായി, അദ്ദേഹത്തിന്റെ ആഗ്രഹമായി പറയാൻ, ഇൻതമാ തൻതഹിനു മഅൽ ഇറാഖ്, അഥവാ ആ കാലഘട്ടത്തിൽ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയം. ഇറാഖിനോടുള്ള യുദ്ധം കഴിഞ്ഞാൽ അലൈന അൻ നബ്ദ, നമ്മൾ അടുത്തൊരു യുദ്ധം ആരംഭിക്കും. ഹറബൻ ഉഖ്റ, മറ്റൊരു യുദ്ധം നമ്മൾ ആരംഭിക്കും. ആ യുദ്ധം ആരോടായിരിക്കും? അതാ വിശദീകരിക്കുന്നത്. ആ യുദ്ധം ഇസ്രായേലികളോടല്ല, അല്ലെങ്കിൽ അമേരിക്കയോടല്ല. അന്ന് അവർ പ്രഖ്യാപിച്ച ആ യുദ്ധം അതിലൊന്ന് അല്ല, ഒമാനാണ്, റിയാദിനോടാണ്, ഡമസ്കസിനോടാണ്, അതുപോലെ തന്നെ കഹ്റ, കുവൈറ്റ്, ഈജിപ്റ്റ് തുടങ്ങിയ നാടുകളോടെല്ലാം യുദ്ധം പ്രഖ്യാപിച്ച് അവിടെയുള്ള ആളുകളെ കൂട്ടക്കുരുതി നടത്തി തങ്ങളുടെ പതാക അവിടെ പാർപ്പിക്കും എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇന്ന് നമ്മുടെ ഉമ്മത്ത് ബോധമില്ലാതെ, ബുദ്ധിയില്ലാതെ അങ്ങേയറ്റം നീചന്മാരായി ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാൻ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും അതിനൊരു നിലക്കും കുടപിടിക്കുന്ന, അതുപോലെ തന്നെ അതിന് വളം വെക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. യുദ്ധം എല്ലാ നിലക്കും വിനാശകരമാണ്. യുദ്ധത്തിന് അതിൽ ശക്തമായി അവിടെ ഈ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ നാടുകളിലുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കേരള നേതൃത്വ മുജാഹിദിന്റെ അഭിമന്യനായ പ്രസിഡന്റ് ടി പി അബ്ദുൽ മദനി അതിന്റെ പ്രസ്താവന കൃത്യമായി ഇറക്കി. നമ്മുടെ എല്ലാ പള്ളികളിലും അവർക്ക് വേണ്ടിയുള്ള, അവിടെ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് പിഞ്ചുവൈദങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം ഒന്നും അവർക്ക് അറിയില്ല. നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഈ രാഷ്ട്രീയം അറിയില്ല. ഈ രാഷ്ട്രീയം അറിയാതെയാണ്, കേവല രാഷ്ട്രീയ പോരാട്ടത്തെയാണ് മതത്തിന്റെ പരിവേഷം നൽകി യാ ഷഹീദ് സലാം, അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിച്ച് പരിവേഷം നൽകാൻ, പുണ്യപുരുഷനായി ഉയർത്താൻ, ഇത് കേവലം രാഷ്ട്രീയമാണ്. അഹ്ലുസുന്നത്തിന്റെ ആളുകളെ കൊന്നുകളയാനുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചുള്ള കളികളാണ്. അവരുടെ ഫത്വകളിലടക്കം കാണാം ഒരു സുന്നിയെ എങ്ങനെ കൊല്ലണം എന്ന ഫത്വയിൽ അവരുടെ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, എങ്ങനെയാണോ കൊല്ലാൻ പറ്റുന്നത് അങ്ങനെ കൊന്നുകൊള്ളണം, കൊന്നാൽ മാത്രം പോരാ, അവന്റെ സമ്പത്തൊക്കെ അപഹരിക്കുകയും ചെയ്യണം എന്ന ഫത്വകളടക്കം ഭീകരവാദത്തിന്, തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ഇത്തരം ഫത്വകൾ കാണാം.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ കാഫിറുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ശിയാക്കൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, റസൂലെ ഏറ്റവും ഇഷ്ടമാരെയാണെന്ന ചോദ്യത്തിന് തന്റെ പ്രിയതമയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി വ്യഭിചാരിണിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ശിയാക്കൾ, ആ ശിയാക്കളുടെ പ്രഖ്യാപനത്തെ, ആ ശിയാക്കളുടെ പോരാട്ടത്തിന് പ്രിയമുള്ള വിശ്വാസികളെ, സുന്നത്തിനെ പിൻപറ്റുന്നവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഐക്യദാർഢ്യവും ഉണ്ടാവരുത്. നമ്മൾ യുദ്ധത്തിനെതിരാണ്, പക്ഷേ അത് അഹ്ലുസുന്നത്തിനെ കശാപ്പ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഐക്യദാർഢ്യമായി മാറരുത് എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീൻ ഈ വിഷയത്തിൽ ഓരോ മേഖലയിലും സ്വീകരിച്ച നിലപാടുകളെ അതിൻ്റെതായ അർത്ഥതലങ്ങളോടുകൂടി ചേർത്ത് വെക്കാൻ, ഷഹീദ് എന്ന് പറയുന്ന മഹിതമായ പദവി റസൂലുള്ളാഹിയുടെ ജീവിതത്തിലൂടെ, സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ കൃത്യമായി ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നതാണ് എന്ന ആത്മാർത്ഥമായി തിരിച്ചറിവോടുകൂടി ഈ സന്ദേശത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ആ ഷിയായിസത്തിന്റെ പല മേഖലകളും നമ്മുടെ കേരളത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ അതിന്റെ പല രൂപങ്ങളുണ്ട്. സക്കലൈ ഫൗണ്ടേഷൻ എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായി ഷിയാക്കളുടെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ തുടങ്ങി, സക്കലൈ ഫൗണ്ടേഷൻ. പിന്നീട് അത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലെത്തി. നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള, നമ്മളൊക്കെ ആദരവോടുകൂടി കാണുന്ന മുസ്ലിം സംഘടനയുടെ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിന്റെ ഉദ്ഘാടനത്തിലടക്കം പങ്കെടുത്തു. ഇങ്ങനെ പല സംദർഭവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ജീലാനി സെന്റർ എന്ന പേരിൽ ഒരു സെന്റർ ഉണ്ട് എറണാകുളത്ത്, ഏറെ സജീവാണ്. ആലുവ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലാവുള്ളൂ. ആലുവ ത്വരീഖത്ത്, നിസാമുദ്ദീൻ ഔലിയ എന്ന പേരിൽ ആലുവ ത്വരീഖത്തിനെ പരിചയപ്പെടുത്തി പച്ചയായ ഷിയായിസം നമ്മുടെ നാട്ടിലേക്ക് ഇത്തരം ത്വരീഖത്തിന്റെ ആളുകൾ ഇളക്കി വിടുകയാണ്. സകല സ്വഹാബത്തിനെയും, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ കുടുംബത്തെ ഇങ്ങോട്ട് മാറ്റി നിർത്തി മറ്റ് സകല സ്വഹാബിമാരെയും അങ്ങേയറ്റത്തും തെറി പറയുന്ന ഷിയാക്കളുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇറാനിന്റെ ഫണ്ടിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കൊലപാതകിയടക്കം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഇവരുടെ ഈ ആശയ വൈകൃതത്തെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തിരിച്ചറിയുകയും ഈ വിശ്വാസ ജീർണതയെ പൂർണ്ണമായ രൂപത്തിൽ മാറ്റി നിർത്തുകയും അഹ്ലുസുന്നത്തിന്റെ ആദർശത്തെ ചേർത്ത് പിടിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.